അപ്പോൾ അൽഫാമും കാര്യങ്ങളൊക്കെ ഇവിടെ നോർമൽ റേറ്റ് ആയിട്ട് വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ മുറി തന്നെയായിട്ട് നമുക്ക് കിട്ടിയത്, വലിയ നല്ല നീറ്റ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളൊരു വലിയൊരു കാട്ടുപോത്തിന് സ്പോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പുള്ളി എന്താ പുല്ലും കാര്യങ്ങളൊക്കെ തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതായത് മൂന്നാറിൽ ടൗണിലായിട്ട് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ്. അപ്പോൾ വേറെ അങ്ങോട്ടേക്കല്ല, നമ്മൾ രണ്ടുപേരും കൂടി മൂന്നാറിലേക്ക് CD ഡുലക്സിൽ പോകുന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ പരമാവധി ചിലവ് ചുരുക്കി പോകുന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അതേപോലെ തന്നെ നമ്മൾ കൊടൈക്കനാലിലേക്ക് ട്രെയിനിൽ 185 രൂപയ്ക്ക് പോയ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയി കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ് അടിമാലി ഇതിപ്പോൾ നമ്മളൊന്ന് നിർത്തിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഒരു ചായ കുടിക്കാൻ വേണ്ടി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് ഇവിടെ നിൽക്കാട്ടോ. അപ്പോൾ ഈ കടയിൽ നിന്നാണ് നമ്മൾ ചായ കുടിക്കുക. 12 രൂപ ഇവിടെ ചായക്ക് റേറ്റ്. അപ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിൽ നിർത്തിയിട്ട കേട്ടോ. നമ്മളത് ഈ വണ്ടിയിലായിട്ട് നമ്മൾ ഇനി മൂന്നാർ വരെ പോകണം. അപ്പോൾ നമുക്ക് ഈ ചായയും കുടിച്ചിന് നേരെ മൂന്നാറിലോട്ട്. അങ്ങനെ ഫ്രണ്ട്സിൽ നമ്മളങ്ങനെ ഫൈനലി മൂന്നാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ റൂമും കാര്യങ്ങളും അന്വേഷിച്ചിട്ടാണ് ലാസ്റ്റ് ഈ റൂമിലെത്തിയത്. മൂന്നാർ ഇന്നാണ് ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ റൂമിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 1000 ആണ്. അപ്പോൾ ഫ്രണ്ട്സിൽ നമ്മൾ റൂമിലോട്ട് കയറട്ടെ. ഇതായിട്ട് നമ്മുടെ റൂമും കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. നല്ല വലിയ ബെഡുണ്ട്, പിന്നെ ഒരു മിററ്, അലമാര, പുറത്ത് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. അവിടെ അടിയിലൊരു പുഴ തോടെന്താണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെയൊക്കെ ഓപ്പൺ വിൻഡോ ആണ്. പിന്നെ ഒരു ചെറിയൊരു ബാത്റൂമും ഉണ്ട്. അപ്പോൾ റൂമും കാര്യങ്ങളും ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് ബെഡും കാര്യങ്ങളും വരുന്നത്. അത്യാവശ്യം വലിയ ബെഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമാണ്. അപ്പോൾ ഇവിടുത്തെ റേറ്റ് എന്ന് വെച്ചാൽ 1000 രൂപയാണ്. അതായത് TV ഇല്ലാത്ത റൂമിന് 1000, TV ഉള്ള റൂമിന് 1500 രൂപയാണ് വരുന്നത്. അപ്പോൾ TV ഉള്ള റൂം എടുക്കുകയാണെങ്കിൽ നമുക്ക് 500 എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ TV ഇല്ലാത്ത റൂമും കാര്യങ്ങളാണ് എടുത്തത്. അപ്പോൾ ഇതാണ് റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ് സമയം ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളും മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ടൗണിലൊക്കെ ചോദിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ ടൗണിൽ 700 രൂപയാണ് റൂമിന് വരുന്നത്. സീസൺ അനുസരിച്ചാണ് പൈസ വരുന്നത്. ഇത് ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങൾ വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. നമ്മൾ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ബജ്ജിക്കട കണ്ടു. അപ്പോൾ അത് കണ്ട് നമ്മൾ താഴത്തോട്ട് വന്നാണ് അവിടെ നിന്ന് ഇത് മേടിക്കാൻ വെച്ചത്. അപ്പോൾ ആ കാണുന്ന സ്ഥലത്താണ് നമ്മൾ കണ്ടത്. അപ്പോൾ പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ബജ്ജി കടയിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ 2 മസാല ചാറ്റായിട്ട് പറഞ്ഞേക്കണം. 40 രൂപയാണ് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാനിപ്പൂരി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഐറ്റം കഴിക്കിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ കണ്ടായിട്ട് നമ്മുടെ റൂം. അപ്പോൾ അത്ര അടുത്താണ് ഈ കടയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിത് ബാക്കി കഴിച്ചിട്ട് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഒരെണ്ണത്തിന് 40 രൂപ വന്നു. രണ്ടെണ്ണം കൂടി 80 രൂപ. നമ്മുടെ പൈസ പോയിട്ടുണ്ട്. കാരണം നമ്മൾ വിചാരിച്ചത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ അവിടെ നിന്ന് നേരെ അതിൻ്റെ അടുത്തുള്ള തട്ടുകടയിലേക്ക് വന്ന് നമ്മൾ രാത്രിയിലത്തെ ഫുഡ് ഇവിടെ നിന്ന് മേടിക്കാനൊന്നും പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കപ്പ, പൊറോട്ട, ചിക്കൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് മേടിക്കാനാണ് പ്ലാനും കാര്യങ്ങളും ചെയ്തേക്കണേ. അപ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് മേടിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി നമ്മൾ തട്ടുകടയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു. കാരണം വേറൊരു ഹോട്ടൽ കണ്ട് നമ്മൾ അൽഫാമും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കണ്ടപ്പോൾ അവിടേക്ക് വന്നേക്കാണ്. അറേബ്യൻ ഗ്രിൽസ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ തട്ടുകടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കണമെന്ന് വിചാരിച്ച് നമ്മളിത് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ അൽഫാം മേടിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് മേടിച്ച് നമ്മൾ റൂമിൽ കൊണ്ടുപോയി കഴിക്കും. അപ്പോൾ അതാണ് ഇനിയുള്ള പരിപാടി. അപ്പോൾ നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതായിട്ട് ഇവിടുത്തെ മെനു കാർഡ് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ റേറ്റ് വ്യത്യാസം ഞാൻ കണ്ടില്ല. ഇവിടുത്തെ റേറ്റ് തന്നെയാണ്. ഒരു 10-20 രൂപ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാണ്ട് വലിയ രീതിയിൽ റേറ്റ് കൂടുതലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അൽഫാമാണ് പറയുന്നത്. 2 ഹാഫ് അൽഫാമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അഫ്ഗാൻ അൽഫാമാണ് പറയുന്നത്. അഫ്ഗാൻ അൽഫാം ഹാഫ് വരുന്നത് 300 രൂപയാണ്. അതിൻ്റെ അപ്പോൾ നമ്മൾ 2 പൊറോട്ടയും എക്സ്ട്രാ വെച്ച് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി ഒരു പാത്രം കൂടി വേണം നമുക്ക്. അപ്പോൾ നമ്മളിത് അവിടുത്തെ മൂന്നാറിലൊരു ചെറിയ കടയിൽ നിന്ന് നമ്മൾ പാത്രം മേടിച്ചിട്ടുണ്ട്. ഈ പാത്രത്തിന് ഒരെണ്ണത്തിന് വരുന്നത് 6 രൂപയാണ്. അപ്പോൾ 6 12 രൂപയാണ് 2 പാത്രത്തിന് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മോളിൽ പോയിട്ടൊന്ന് കഴിക്കണം.
അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം വലിയ പീസും കാര്യങ്ങളൊക്കെയാണ്, ചെറുതൊന്നുമല്ല. വിശപ്പ് മാറാനുള്ള അത്ര അളവിൽ തന്നെ തന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ പൊറോട്ട എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിന് ഫുഡ് കഴിച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങണം. എന്നിട്ട് വേണം നാളത്തെ പരിപാടികൾ നോക്കാൻ. അങ്ങനെ ഫ്രണ്ട്സ് സമയം ഇപ്പോൾ ഒരു 8 മണി കഴിഞ്ഞിട്ടാണ്. നമ്മൾ നേരത്തെ തന്നെ എഴുന്നേറ്റു. അപ്പോൾ കണ്ടില്ല, അത്യാവശ്യം നല്ലൊരു മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ടുണ്ട്. പക്ഷേ ചെറുതായിട്ട് വെയിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് ഇവിടുത്തെ വ്യൂ വരുന്നത്. വലിയ വ്യൂ ഒന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടൗണിൽ തന്നെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ രാവിലെ തന്നെ ചായ പിടിക്കാൻ വേണ്ടി വന്നേക്കാണ്. അതിൻ്റെ ഒപ്പം ഒരു കടിയും പറഞ്ഞിട്ടുണ്ട്, ഒരു പരിപ്പടിയും ഒരു വടയാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ചായക്ക് ഇവിടെ വരുന്നത് 15 രൂപയാണ്, കടിക്ക് 12 രൂപയും. അതുപോലെ തന്നെ നമ്മളൊരു കുപ്പി വെള്ളം മേടിച്ചിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വേണം സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാൻ. അപ്പോൾ ഫ്രണ്ട്സ് 12 മണിക്കാണ് വെക്കേറ്റ് ടൈം. നമ്മളപ്പോൾ അതിന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ അത് കണ്ടില്ല, ഇവിടെ ചെറിയ മഴ വീണ്ടും പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ മാറിയിട്ട് വേണമെങ്കിൽ നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇതായിട്ട് നമ്മുടെ വണ്ടിയും കാര്യങ്ങളും, വണ്ടി ഒരു കുഴപ്പമില്ല, നല്ല പക്ക കണ്ടീഷൻ തന്നെയാണ്. നമ്മൾ ഇത്രയും ദൂരം ഓടിച്ചിട്ട് ഒരു മടുപ്പും കാര്യങ്ങളൊന്നുമില്ല. കയറ്റമൊക്കെ കയറുമ്പോൾ ചെറിയൊരു വലിവും കാര്യങ്ങളൊക്കെ ഉള്ളൂ, അത് ഈ വണ്ടിക്കുള്ളതാണ്. അല്ലാണ്ട് വേറെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മളൊരു ചെറിയൊരു വ്യൂ ഉണ്ടപ്പോൾ നമ്മൾ നിർത്തിയെന്ന് കണ്ടതാണ്. അപ്പോൾ കണ്ടില്ല, അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇനി ഇവിടുന്ന് നേരെ മറയൂരിലേക്കായിട്ട് പോകണേ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മറയൂർക്ക് പോകുന്ന വഴിക്കായിട്ട് ഈ കാഴ്ച ഉണ്ട്. ഒരു കാട്ടുപോത്താണ്, അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉള്ള കാട്ടുപോത്താണ്. അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് വണ്ടി എടുത്തിട്ട് എന്താ സൈസ് നോക്കി, എൻ്റെ പൊന്ന് ഭയങ്കര വലിയ സൈസാണ്. വീഡിയോ കാണുന്ന സൈസല്ല, അതിൽ ഇരട്ടി സൈസ് ഉണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ മറയൂരിൻ്റെ അടുത്തുള്ളൊരു പമ്പിൽ വന്നിട്ടുണ്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി. നമ്മൾ വന്നപ്പോൾ 500 രൂപയ്ക്കാണ് അടിച്ചത്. അപ്പോൾ അത് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനി ഒരു 500 രൂപ കൂടി അടിക്കണം. അതോടെ തന്നെ നമ്മൾ പെട്രോളിൻ്റെ പരിപാടി തീർക്കണം. നമ്മൾ ടോട്ടൽ ബൈക്കിന് 1000 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചത്. മൊത്തം 400 കിലോമീറ്റർ ഡബിൾ സൈഡും കൂട്ടി ഫുള്ളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മറയൂരിൽ നിന്നായിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മളൊരു ഊണും അതിൻ്റെ ഒപ്പം ഒരു ഫിഷ് ഫ്രൈയും ഒരു ബിരിയാണിയാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇവിടുത്തെ ബിരിയാണിയുടെ മുട്ടയും ഒരു പപ്പടവും കിട്ടും. അപ്പോൾ നമ്മുടെ അവിടെ ഒന്നും ഈ സംഭവങ്ങൾ കിട്ടില്ല, ബിരിയാണിയും ചിക്കനും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ബിരിയാണിയിൽ മുട്ടയും പപ്പടവും കിട്ടും. അപ്പോൾ നമ്മൾ ഫുള്ള് കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ 2 പേരും വയറിറച്ചിട്ടുണ്ട്, ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറയൂരാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ അവിടെ വയറിറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങിയിട്ട് അപ്പോൾ ഈ കണ്ടിട്ട് മറയൂർ നമ്മുടെ ഫുഡിൻ്റെ റേറ്റ് വരുന്നത് 360 രൂപയാണ്. ആ ഊണും ഫിഷ് ഫ്രൈയും ബിരിയാണിയും ഒക്കെ കൂടി ടോട്ടൽ 360 രൂപ റേറ്റ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് മറയൂർ നമ്മളൊരു ചായക്കട ഉണ്ടപ്പോൾ നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ 2 ബ്രൂ കോഫി പറഞ്ഞിട്ടുണ്ട്, ഒരെണ്ണത്തിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കോഫിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ നമ്മളിത് അവിടെ നിന്ന് ഒരു നാരങ്ങ മിഠായി മേടിച്ചിട്ട് നമ്മൾ നേരെ മൂന്നാറിലോട്ട് തന്നെ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ നിർത്തിയതാട്ടാ, ഫുള്ള് തേയിലാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് കയറിയിട്ടുണ്ട്. നടുക്കി കൂടെ ഒരു ചെറിയ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. എന്തത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തിരിച്ച് മൂന്നാർ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളും മേടിക്കാമെന്ന് വെച്ച് ഇവിടെ നിർത്തിയതാട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് അത്യാവശ്യം ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വലിയ ബോക്സിന് വരുന്നത് 200 രൂപയാണ്. അതുപോലെ തന്നെ ചെറിയ ബോക്സിന് 100 രൂപ. അപ്പോൾ നമ്മളൊരു വലിയ ബോക്സും ഒരു ചെറിയ ബോക്സും മേടിച്ചു. അപ്പം ടോട്ടൽ 300 രൂപ വരുന്നത്. അപ്പോൾ നമ്മുടെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകട്ടെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇനി അടുത്ത സ്ഥലം എവിടെ പോകേണ്ടതെന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.